ഒരു വാർത്തയിലേക്ക് വരുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോ ടൈം സ്പീക്കർ ആക്കാത്തതിൽ പ്രതിഷേധം. 8 തവണ ലോക്സഭാംഗമായ കൊടിക്കുന്നിലിന് പകരം 7 തവണ അംഗമായ ഭർത്തുഹരി മഹ്താബിനെയാണ് പ്രോ ടൈം സ്പീക്കറായി നിയമിച്ചു എന്നതാണ് കോൺഗ്രസിന്റെ അതൃപ്തിക്ക് കാരണം. പാർലമെന്ററി കാര്യമന്ത്രിയുടെ നടപടി തെറ്റെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. രാകേഷ് നമുക്കൊപ്പുണ്ട്. രാകേഷ്, നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് കൊടിക്കുന്നിൽ സുരേഷ് പ്രോ ടൈം സ്പീക്കർ ആകുമെന്നതാണ്. പക്ഷേ അത് ഉണ്ടായില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായതാണ്. എന്താണ് ഈ സംഭവിക്കുന്നത്? ഇതിനെ എങ്ങനെ നേരിടാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം? സജിത്ത്, കൊടിക്കുന്നിൽ സുരേഷ് പ്രോ ടൈം സ്പീക്കർ ആകുമെന്നാണ് കരുതിയിരുന്നെങ്കിൽ ഭർത്തുഹരി മഹ്താബിനെയാണ് ഇപ്പോൾ ഏതായാലും പാർലമെന്ററി കാര്യമന്ത്രി പ്രോ ടൈം സ്പീക്കറായി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ സഭയിൽ 18ാം ലോക്സഭയിലെ ഏറ്റവും സീനിയറായ അംഗങ്ങൾ ഒന്ന് കൊടിക്കുന്നിൽ സുരേഷും, 2 മധ്യപ്രദേശിലെ തിക്കങ്കഡിൽ നിന്നുള്ള വീരേന്ദ്രകുമാറുമാണ്. ഇതിൽ വീരേന്ദ്രകുമാർ ഇത്തവണ മന്ത്രിസഭയിൽ ഇടം പിടിച്ചു. അതുകൊണ്ട് തന്നെ സീനിയർ ആയിട്ടുള്ള നേതാവ് കൊടിക്കുന്നിൽ സുരേഷാണ്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിന് പകരം ഇത്തവണ ഭർത്തുഹരി മഹ്താബിനെയാണ് ഇപ്പോൾ പ്രോ ടൈം സ്പീക്കറായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നിയമിച്ചിട്ടുള്ളത്. ഇതിനെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ചോദ്യം ചെയ്തിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഈ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയാണ്. അതിൽ പ്രധാനപ്പെട്ട ആരോപണമായി അവർ ഉന്നയിക്കുന്നത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ് ഇപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രിയുടെ ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. കാരണം 89-ലാണ് കൊടിക്കുന്നിൽ സുരേഷ് ആദ്യമായി ലോക്സഭയിൽ എത്തുന്നത്. 8 തവണ ലോക്സഭാംഗമാവുകയും ചെയ്തു. പക്ഷേ ഭർത്തുഹരി മഹ്താബിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 7 തവണയാണ് അദ്ദേഹം അംഗമായിട്ടുള്ളത്. പക്ഷേ 98-ൽ മാത്രമാണ് ആദ്യമായി ലോക്സഭയിൽ എത്തുന്നത്. അപ്പോൾ സീനിയോറിറ്റിയുടെ കാര്യത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനാണ് സീനിയർ ആയിട്ടുള്ള നേതാവ്. പക്ഷേ ഭർത്തുഹരി മഹ്താബിനെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് ചില താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്താണെന്ന വാദമാണ് ഇപ്പോൾ ഏതായാലും കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ BJP ഇതിന് മുന്നോട്ട് വെക്കുന്ന ന്യായം ഒരുപക്ഷെ കഴിഞ്ഞ തവണ നടത്തിയിട്ടുള്ള നീക്കം കൂടി ചൂണ്ടിക്കാണിച്ചായിരിക്കും. കാരണം കഴിഞ്ഞ തവണ ഏറ്റവും സീനിയറായ നേതാക്കളിൽ ഒരാളായിരുന്നു മേനക ഗാന്ധി. 8 തവണ മേനക ഗാന്ധി ലോക്സഭാംഗമായിരുന്നു. എന്നാൽ 7 തവണ അംഗമായ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വീരേന്ദ്രകുമാറിനെയാണ് അന്ന് പ്രോ ടൈം സ്പീക്കറായി നിയമിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നടപടിയാണ് ഏതായാലും, ആ ഒരു വാദമാണ് ഇപ്പോൾ ഏതായാലും ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ വിഷയം അടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പ്രതിപക്ഷം രംഗത്ത് വരിക. സഭാ സമ്മേളനം അടുത്ത ആഴ്ച ആരംഭിക്കാനിരിക്കുമ്പോൾ ഈ വിഷയം അടക്കമുള്ളവ ചൂണ്ടിക്കാണിക്കാനുള്ള നീക്കം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിൽ നിന്ന് സ്വാഭാവികമായും ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. സജിത്ത്, ഇന്നലെ കേരളത്തിലുണ്ടായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം KPCC യോഗങ്ങളിലൊക്കെ പങ്കെടുത്തതാണ്. തനിക്ക് ഇതിൽ കിട്ടാത്ത പ്രോ ടൈം സ്പീക്കർ ആവാൻ പറ്റാത്തതിലുള്ള പരാതി അദ്ദേഹം അറിയിക്കുകയും ചെയ്തതാണ്. സാധാരണ രീതിയിൽ ഈ പാർലമെന്ററി നടപടിക്രമങ്ങളിൽ ഇത്തരമൊരു വീഴ്ചയുണ്ടായാൽ അതിൽ പരാതി നൽകുക എന്ത് സംവിധാനത്തിലാവും? അതിന് നിയമപരമായ മറ്റ് സാധ്യതകളുണ്ടോ രാകേഷ്? അത്തരം നടപടികൾ എന്തെങ്കിലും? സജിത്ത്, അതിനുള്ള സാധ്യത കുറവാണ്. കാരണം മുൻകാലങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന വാദം തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ സ്വാഭാവികമായും സൂചിപ്പിക്കുക. അതിനുള്ള ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. അന്ന് മേനക ഗാന്ധി തന്നെയായിരുന്നു ഏറ്റവും സീനിയറായ നേതാവ്. പക്ഷേ മേനക ഗാന്ധി കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ ഇടം പിടിച്ചിരുന്നില്ല. മേനക ഗാന്ധി മാത്രമല്ല, UP-യിൽ നിന്നുള്ള നേതാവായ സന്തോഷ് ഗാംഗ്വാറും കഴിഞ്ഞ തവണ സഭയിലുണ്ടായിരുന്നു. ഈ 2 നേതാക്കളായിരുന്നു ഏറ്റവും സീനിയറായ അംഗങ്ങൾ. അതായത് 2 പേരും 8 തവണ സഭയിൽ അംഗങ്ങളായിരുന്നു 17ാം ലോക്സഭയിൽ കണക്കെടുക്കുമ്പോൾ. പക്ഷേ സന്തോഷ് ഗാംഗ്വാർ അന്ന് മന്ത്രിസഭയിൽ ഇടം പിടിച്ചു, സ്വതന്ത്ര ചുമതല മന്ത്രിയായി ചുമതലയേറ്റു. പക്ഷേ മേനക ഗാന്ധി സ്പീക്കർ ആകുമെന്ന് ആദ്യം കരുതിയിരുന്നെങ്കിൽ പോലും സ്പീക്കറായില്ല. പ്രോട്ടം സ്പീക്കർ സ്ഥാനത്തേക്കും മേനക ഗാന്ധി പരിഗണിച്ചില്ല. പക്ഷേ അന്ന് 7 തവണ അംഗമായ വീരേന്ദ്രകുമാറിനെയാണ് പ്രോ ടൈം സ്പീക്കറായി നിശ്ചയിച്ചത്. ഇപ്പോൾ സർക്കാർ ഏതായാലും ആ ഒരു ഉദാഹരണമായിരിക്കും ഇത്തവണ ചൂണ്ടിക്കാണിക്കുക. മാത്രവുമല്ല, ഏറ്റവും ജൂനിയറായ നേതാവല്ല, മറിച്ച് സർക്കാരിനെ കൂടി താല്പര്യമുള്ള സീനിയോറിറ്റിയുള്ള പ്രധാനപ്പെട്ട നേതാവിനെ വെച്ചു എന്ന വിശദീകരണമായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പരാതി നൽകാനുള്ള സാധ്യത നിലവിലുള്ള, കാരണം കീഴ്വഴക്കം മാത്രമാണ്. ആ കീഴ്വഴക്കം ഏതായാലും ഒരുപക്ഷെ മറികടക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ തവണയും കേന്ദ്ര സർക്കാർ അത്തരമൊരു നടപടി സ്വീകരിച്ചു. ഇത്തവണയും സമാനമായ നീക്കം നടന്നിരിക്കുന്നു. പക്ഷേ ഇത്തവണ കൊടിക്കുന്നിൽ സുരേഷിനെ പകരം ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രോ ടൈം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ വിഷയത്തിൽ പ്രതിഷേധം ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്. പല പ്രധാനപ്പെട്ട നേതാക്കൾ, ജയറാം രമേശ്, ഒപ്പം തന്നെ മാണിക്കൻ ടാഗോർ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സഭയിലും ഒരുപക്ഷെ ഈ വിഷയം ഉന്നയിച്ചേക്കും പ്രതിപക്ഷം. സജിത്ത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ നിയമ സാധ്യതകളൊന്നുമില്ലെങ്കിൽ കൂട്ടിയും ഈ ചട്ടലംഘനം അത് ചൂണ്ടിക്കാണിച്ചത് രാഷ്ട്രീയ നീക്കത്തിന് കോൺഗ്രസ് തുടക്കമിടും. ആദ്യ സഭാ സമ്മേളനത്തിൽ തന്നെ
ഈ വിഷയം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. 24-നാണ് സഭാ സമ്മേളനം ആരംഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് ശക്തമായി തന്നെ ഉന്നയിക്കും ഈ വിഷയം എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം കൊടിക്കുന്നിൽ സുരേഷിന് പരിഗണന നൽകാത്തത് സ്വാഭാവികമായും വലിയ വീഴ്ചയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുമ്പോൾ എങ്ങനെയാവും BJP-യുടെ പ്രതിരോധം, ഭരണപക്ഷത്തിൻ്റെ പ്രതിരോധം, അതും പ്രസക്തമാണ്.